കുട്ടൻ, ഇന്ന് മന്ത്രിസഭായോഗമുണ്ട്. പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട നിലയിൽ ഈ സർക്കാർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു, അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. മന്ത്രിയോട് സംസാരിച്ചോളൂ. അതെ, മിനിസ്ട്രി ചെറിയൊരു സാങ്കേതിക പ്രശ്നം വന്നതാണ്. ഇന്നിപ്പം മന്ത്രിസഭാ യോഗം നടക്കാൻ വേണ്ടി പോകുന്നു. അവിടെയാണ് നമ്മൾ നിർത്തിയത്. അതെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത രാപ്പകലില്ലാത്ത വിധം ഉറക്കമൊഴിച്ചിരുന്ന് മുഖ്യമന്ത്രി തന്നെ 3.5 കോടി മലയാളിയുടെ പ്രതീകമായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്നൊരു മിഷനാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ പഴുതടച്ചാണ് ഈ പ്രവർത്തനങ്ങൾ. ഒരു പോയിന്റ് ബാക്കിയുണ്ടെന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ പറഞ്ഞാൽ അവിടെ മണിക്കൂറുകൾക്കകം ആൾ പോവുകയാണ്. നമ്മൾ അന്വേഷിച്ച സ്ഥലങ്ങളിൽ തന്നെ പുനഃപരിശോധനയ്ക്ക്, വീണ്ടും പരിശോധനയ്ക്ക്, വീണ്ടും അനാലിസിസിന് അവർ തന്നെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി വീണ്ടും പരിശോധന നടത്തുകയാണ്. ഈ വിധത്തിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമ്പുകൾ, ഇന്നലെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സന്ദർശനം വളരെ 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 ഗുണകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അദ്ദേഹം നേരിട്ട് പങ്കെടുത്ത് നിലവിൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്കൂളുകൾ, ആരംഭിക്കേണ്ട തീയതി, അവിടെ ഒരുക്കേണ്ട സൗകര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള ഭൗതിക നിലവാരത്തിലെ പ്രശ്നങ്ങൾ, ഞാനിതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഈ നേതൃത്വത്തെക്കുറിച്ച്. അദ്ദേഹം ഇവിടെ നേരിട്ട് വന്ന് ഒരു സന്ദർശനം നടത്തി പോവുകയായിരുന്നില്ല. ഒരു കാലത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം 1 by 1 ആയിട്ട് വിവരിക്കുകയായിരുന്നു. അതിലൊന്നാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്തരുത്. അവരാണ് നമ്മുടെ തലമുറയുടെ പ്രതീക്ഷ. ഞാൻ മുഖ്യമന്ത്രി വളരെ വികാരപരമായി പറഞ്ഞത് ഇപ്പോൾ കൈരളിയിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുട്ടിയാണ് അവസാനിക്കുന്നതെങ്കിൽ, അവർ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ, ക്യാമ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ പോയി പഠിപ്പിക്കണം. അത് ഒരു പറയാവുന്ന ഒരു അസാമാന്യമായ സാധ്യതയാണ്. ആ വിധത്തിൽ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉയർന്നു. അപ്പോൾ നമുക്കതിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ക്യാമ്പുകൾ സ്കൂളുകളിൽ അനിശ്ചിതമായി തുടരാനാകില്ല. മുഖ്യമന്ത്രി കൂടി പ്രത്യേകമായി നിർദ്ദേശിച്ച് പറഞ്ഞ ഒരു പ്രശ്നമാണ്. കുട്ടികളുടെ പഠനം നഷ്ടപ്പെട്ടവരുടെ മാത്രമല്ല, ഇനിയിപ്പോൾ ഈ സ്കൂളുകളിൽ പഠിക്കുന്നവരുടെ വിദ്യാഭ്യാസവും ഒരു പ്രശ്നമായിരിക്കും ഈ ക്യാമ്പുകളിലൂടെ. അതുകൊണ്ട് താൽക്കാലിക പുനരധിവാസത്തിൻ്റെ സാധ്യതകൾ നമ്മൾ ഇന്നലെ മുതൽ ആരംഭിച്ച് ഇന്ന് അതിൻ്റെ ഏറ്റവും ഫോഴ്സ്ഫുള്ളായ എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മൾ തേടുന്നത്? 3 മാർഗങ്ങളാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശിച്ച് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ക്വാർട്ടേഴ്സുകൾ, പൊതുവകുപ്പുകളുടെ ക്വാർട്ടേഴ്സുകൾ അത് നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വാടക വീടുകൾ നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വാടക വീടുകൾ എടുക്കുന്നതിൽ നമ്മുടെ ഭാഗത്തു നിന്ന് പൊളിറ്റിക്കൽ നേതൃത്വത്തിൻ്റെ കൂടി സഹായത്തോടെ കിട്ടാവുന്ന മാക്സിമം വീടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏതാണ്ട് എത്ര വീടുകൾ വേണ്ടി വരും? നമുക്ക് 648 കുടുംബങ്ങളാണുള്ളത്. പക്ഷേ കുറേയേറെ കുടുംബങ്ങൾക്ക് തിരിച്ചു പോകാൻ ആകുന്നതാണെങ്കിലും ഒരു 10-400 വീടുകളെങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വരും. അത് നമുക്ക് തയ്യാറാക്കാൻ കഴിയും. അതിന് പുറമെ നമുക്കൊരു പ്രീഫാബ് സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസിസ്റ്റ് ഹൗസുകൾ എന്ന വിധത്തിൽ ഒരു സ്ഥിരം പുനരധിവാസത്തിന് മുമ്പായി അതുകൂടി ഒരുക്കാനുള്ള നടപടിക്രമങ്ങൾ, താൽക്കാലിക പുനരധിവാസത്തിൻ്റെ സാധ്യതകൾ കൂടി. അതെങ്ങനെയാണത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒന്നുകിൽ PWD കണ്ടെത്തുന്ന സ്ഥലങ്ങൾ, LSTD മുഖാന്തരം നമ്മൾ കണ്ടെത്തുന്ന സ്ഥലങ്ങൾ, വാടകയ്ക്ക് കൊടുക്കാൻ തയ്യാറായുന്ന സ്ഥലങ്ങൾ, പലയിടങ്ങളിലായി മാറ്റിപ്പാർപ്പിക്കാൻ പറ്റുന്നവർ, അവരെല്ലാവരെയും കൂട്ടി ഒരു സമഗ്രമായിട്ടുള്ള താൽക്കാലിക പുനരധിവാസ പാക്കേജ് 2ാം ഘട്ടമാണത്. 3ാം ഘട്ടമാണ് സ്ഥിരം പുനരധിവാസം. അപ്പോൾ ആ ഘട്ടത്തിലേക്ക് കടക്കുന്നതിൻ്റെ വഴികൾ കൃത്യതയോടുകൂടി. ഈ മിഷൻ്റെ പ്രത്യേകത, കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ ദുരന്തമുണ്ടായി പേടിച്ച് നിലവിളിച്ച് കാത്തിരുന്ന മലയാളിയുടെ മുമ്പിലേക്ക് ഓരോ ദിവസവും ചെയ്യേണ്ട പണികളാണ്. അല്ലാതെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, എല്ലാവരും ഒരു വഴിക്ക് പോകണം, അങ്ങനെയല്ല. ഓരോ ദിവസവും വൈകുന്നേരം കൃത്യമായ യോഗങ്ങളിലൂടെ സമന്വയിപ്പിക്കപ്പെടുന്ന ആശയങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ദിവസത്തെ വർക്ക് നടക്കുക. ആ ദിവസം വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിതല ഉപസമിതി തന്നെ കൂടിച്ചേർന്ന് കുട്ടനും ഞാനുമൊക്കെ ഈ ദുരന്ത മുഖത്ത് അന്ന് കണ്ടത് മുതൽ ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ മാറുകയാണ്. കിട്ടുന്ന വസ്ത്രം മേടിച്ചിട്ട് ഓരോ ദിവസവും അങ്ങനെ തള്ളി നിൽക്കുകയാണ്. പക്ഷേ നമുക്ക് ദിവസം പോകുന്ന അറിയുന്നില്ല. കാരണം നമ്മളിതിൽ പൂർണ്ണമായി ഇൻവോൾവ്ഡാണ്. ആ പ്രശ്നം കൊണ്ട് നമുക്കത് മനസ്സിലാകുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ 9ാമത്തെ ദിവസത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ കൗണ്ട് ചെയ്യാൻ കഴിയാത്തത്. പക്ഷേ അതിനൊരു കൃത്യരൂപരേഖയുണ്ട്. അതനുസരിച്ച് തന്നെ ആവശ്യമായ നിയമത്തിൽ അനാവശ്യമായിട്ടുള്ളൊരു വിവാദത്തിനും ചെവി കൊടുക്കാനില്ല. പക്ഷേ വളരെ പ്രയാസകരമായി, സമയമുണ്ടെങ്കിൽ ഞാൻ അതുകൂടി കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വളരെ പ്രയാസകരമായ തരത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം, അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് ഒരു കാര്യവുമില്ലാത്തൊരു ഘട്ടത്തിൽ നമ്മളെ കൊണ്ടുപോകാൻ വളരെ ബോധപൂർവമായ ശ്രമം ഉണ്ടായോ
എന്ന് നമുക്ക് സംശയം തോന്നി. കാരണം കൊടുക്കാത്ത ബ്രെഡ് പൂത്ത ഒരു 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 സംഭവം ഉണ്ടായ സ്ഥലമാണിത്. മലയാളി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന മോഡലിനെ തകർക്കാൻ, കേരളത്തിന് ലഭ്യമാകേണ്ട ഏതെങ്കിലും വിധത്തിലുള്ള സഹായങ്ങളെ തകർക്കാൻ പലതരത്തിലുള്ള വർത്തമാനങ്ങൾ സർക്കാരിന് ഇപ്പോൾ അതിന് ചെവി കൊടുക്കാൻ സമയമില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കേന്ദ്ര മന്ത്രി നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതിലവസാനിച്ചു. ഞങ്ങളെല്ലാവരും മത്സരിച്ച് മാധ്യമങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് മറുപടി കൊടുക്കാൻ ഇപ്പോൾ പോകാത്തത് മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല, പറയേണ്ട ഒരു ഘട്ടമല്ല. ഇപ്പോൾ കരളുറപ്പോടെ കേരളം ഈ ഒരു ദുരന്തത്തെ അഭിസംബോധന ചെയ്യേണ്ട ഒരു ഘട്ടമാണ്. അതിൽ നമുക്കൊരു വ്യത്യാസവും. അതിൽ നമ്മൾ മലയാളത്തിന് വേണ്ടി നിൽക്കുക, കൈരളിക്ക് വേണ്ടി നിൽക്കുക, നവകേരളത്തിന് വേണ്ടി നിൽക്കുക, അതാണ് നമ്മുടെ മുമ്പിലുള്ള ദൗത്യം. അതിനെ ആരെല്ലാം ഇകഴ്ത്താൻ ശ്രമിച്ചാലും പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട്. കാരണം വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള ഓർഗനൈസേഷനാണ്.